ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ സ്ട്രോങ് ആയിട്ടുള്ള കൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ എന്തുകൊണ്ടാണ് നാർസിസ്റ്റുകൾ എപ്പോഴും വിക്ടിമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക്. ഈ നാർസിസ്റ്റിക് വിക്ടിമായിട്ടുള്ളവർക്ക് എപ്പോഴും ഉള്ള ഒരു സംശയമാണ്, നമ്മൾ വീക്കായിരുന്നുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആ വിക്ടിമായി കഴിഞ്ഞ ശേഷവും ഇതിൽ നിന്ന് പുറത്തു വന്ന ശേഷവും അതിലിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്, ഞാൻ എത്ര വിഡ്ഢിയായിരുന്നു ഇങ്ങനെ ഒരാളുടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിയുടെ കയ്യിൽ പോയി പെടാനായിട്ട്. അത്രയ്ക്ക് എനിക്ക് ബോധമില്ലായിരുന്നു, അത്രയ്ക്ക് ഞാൻ എന്താ പറയുന്ന വീക്കായി പോയല്ലോ എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യും. നമുക്ക് ചുറ്റുമുള്ള പലരും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇത് സത്യമാണോ? ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റുള്ള കാര്യമാണ്. നിങ്ങൾ വീക്കായിട്ടുള്ളത് കൊണ്ടല്ല ഇവർ നിങ്ങൾ ടാർഗറ്റ് ചെയ്തത്. നിങ്ങളൊരു പ്രീമിയം മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങളെ ടാർഗറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഒരു നാർസിസിസ്റ്റ് ഒരിക്കലും ഒരു വീക്കായിട്ടുള്ള ആളിനെ ടാർഗറ്റ് ചെയ്യില്ല. അവരെപ്പോഴും വിക്ടിമാക്കാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും കൈൻഡ് ആയിട്ടുള്ള, ഏറ്റവും റെസിലിയന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഇന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെറ്റിദ്ധാരണകളാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് മാറ്റാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ പിറകിലെ സയൻസ് എന്താണ്, റിയാലിറ്റി എന്താണ്, എങ്ങനെയാണ് ഒരു എംപതറ്റിക് ആയിട്ടുള്ള, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, വളരെ കൈൻഡ് ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, അങ്ങേയറ്റം പേഷ്യൻസ് ഉള്ള ഒരു വ്യക്തിയെ ഒരു സമൂഹം തന്നെ ഒറ്റപ്പെടുത്തുന്നത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. ഒരു നാർസിസിസ്റ്റ് നിങ്ങളെ ചൂസ് ചെയ്യാനുള്ളതിന്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ദ എംപതി ഡെഫിസിറ്റ് എന്ന് പറയും. അവർക്ക് നിങ്ങളുടെ ഉള്ളിലെ ആ ഇമോഷണൽ ബാറ്ററി വേണം. ഈ നാർസിസ്റ്റുകളുടെ ഇന്റേണൽ ഇമോഷണൽ വേൾഡ് എന്ന് പറയുന്നത് അങ്ങേയറ്റം എംപ്റ്റി ആണ്. അതിനകത്തൊന്നുമില്ല. അതിനകത്ത് കുറെ കെയോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന, ബേസിക് ആയിട്ടുള്ള ഇമോഷൻ പോലും റെഗുലേറ്റ് ചെയ്യാൻ അറിയാത്തവരാണ് ഇത്തരം ആൾക്കാർ. അങ്ങനെയുള്ളവർക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്യുന്ന സാധനം എംപതിയാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതലുള്ള ഒരാളെ ആയിരിക്കും അവർ തേടുന്നത്. കാരണം അവർക്ക് അവരുടെ എക്സ്റ്റേണലി ഈ എംപതി റെഗുലേറ്റ് ചെയ്യാൻ, അവരുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ ഇത്തരത്തിലൊരു നല്ല എംപതി ഉള്ള പോസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണെ അവരുടെ ഇരയായി തിരഞ്ഞെടുക്കുന്നത് വളരെയധികം സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് നാർസിസ്റ്റിക് വിക്ടിംസ് ഈ സൈക്കോളജികൾ വിളിക്കുന്ന സൂപ്പർ എംപാത്ത് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാവുന്നത്. നിങ്ങൾ വളരെയധികം എംപതി ഉള്ള ആൾക്കാരാണ്. നിങ്ങൾ വളരെയധികം എംപതി ഉണ്ടെന്ന് മാത്രമല്ല, നിങ്ങളെ സൂപ്പർ എംപാത്ത് ആക്കുന്ന ഘടകം എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ വളരെ എംപതിയോടുകൂടി അവരുടെ പ്രശ്നങ്ങൾ കേട്ടിരിക്കുകയും അവരുടെ ഇമോഷൻസ് അതുപോലെ അബ്സോർബ് ചെയ്തെടുക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിവുള്ള ആൾക്കാരായിരിക്കും. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയും നല്ല പോസിറ്റീവ് ഗുണമുള്ള ഒരാള് ഒരു പ്രെഡേറ്ററിന്റെ കയ്യിൽ പോയി പെടുന്നത്? അത് നമ്മുടെ സൊസൈറ്റി തന്നെ, നമ്മുടെ കൾച്ചർ തന്നെ എംപാത്തുകളെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ നല്ല കുട്ടി, പാവം കുട്ടി എന്നൊക്കെയുള്ള പേരുകളൊക്കെ ചെറിയ പ്രായത്തിൽ ഇട്ട് തന്ന് മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടായിരിക്കും പണ്ട് മുതലേ ഫാമിലി മെമ്പേഴ്സും സമൂഹവും നമ്മളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. എപ്പോഴും സെൽഫ്ലെസ് ആയിട്ട് ഇരിക്കാനും മറ്റുള്ളവരുടെ കാര്യം നോക്കാനും ഒരു എംപാത്തിനെ സമൂഹം ഇങ്ങനെ, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സും പാരന്റ്സും എല്ലാം ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. എംപാത്തുകൾ ഇത്തരത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടീഷൻഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നാർസിസ്റ്റുകൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇത്തരത്തിൽ കൾച്ചറലി കണ്ടീഷൻ ചെയ്യപ്പെട്ട ഒരാളെ തന്നെയാണ് ഒരു നാർസിസ്റ്റിന് ആവശ്യം. നിങ്ങൾ മെജോറിറ്റി ഓഫ് ദ നാർസിസ്റ്റുകളുടെ കേസസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വിക്ടിം ആകുന്ന ആള് ഇതുപോലെ എംപാത്ത് ആയിട്ടുള്ള ഒരാൾ തന്നെയായിരിക്കും, എംപതറ്റിക് ആയിട്ടുള്ള ഒരാൾ തന്നെയായിരിക്കും. അവരൊരിക്കലും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള നാർസിസ്റ്റുകളെ പോലെ തന്നെ ഈഗോയുള്ള ഒരാളെ പാർട്ട്നേഴ്സ് ആയിട്ട് ചൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ വിക്ടിംസ് ആയിട്ട് ചൂസ് ചെയ്യില്ല. അതിന് കാരണം അവർക്ക് വേണ്ടത് സെൽഫിഷ് ആയിട്ടുള്ള ഒരാളെ അല്ല, സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരാളെ തന്നെയാണ്. അവർക്ക് വേണ്ടത് സ്വന്തം ജീവൻ പോലും പണയം വെച്ച്, സ്വന്തം ആത്മാവിനെ പോലും പണയപ്പെടുത്തി, അല്ലെങ്കിൽ അത്രയധികം കഷ്ടപ്പെട്ട് ഈ നാർസിസിസ്റ്റ് എന്ന് പറയുന്ന മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ഉപകരണത്തെ ഇത്തരത്തിൽ ശരിയാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെയാണ് അവർക്ക് ആവശ്യം. അത്തരത്തിലുള്ള നിങ്ങളുടെ ഉള്ളിലെ കൈൻഡ്നെസ് ഇവർക്ക് ഊറ്റിയെടുക്കാൻ പറ്റുന്ന പ്രീമിയം ഫ്യൂവലാണ്. രണ്ടാമത്തേത് ട്രോഫി എഫക്റ്റ്. എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള ഒരു ശരിക്കും സക്സസ്ഫുൾ ആകുന്ന അല്ലെങ്കിൽ ആകാൻ സാധ്യതയുള്ള ഒരാളെ ഇവർ ടാർഗറ്റായി എടുക്കുന്നത്? ഈ നാർസിസ്റ്റുകളെ പറ്റിയിട്ടുള്ള ഒരു കോമൺ മിത്താണ്, നാർസിസ്റ്റുകൾക്ക് എപ്പോഴും ഇതുപോലെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള, ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെയാണ് അവർ, അല്ലെങ്കിൽ വിക്ടിംസ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാരെയാണെന്നുള്ളത്. ഒരിക്കലുമല്ല. നാർസിസ്റ്റുകൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഹൈ അച്ചീവേഴ്സിനെ തന്നെയാണ്. ഇതിന്റെ പിന്നിലെ സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവര് വളരെ ഡീപ്പ് ആയിട്ടുള്ള, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സെൻസ് ഓഫ് സെൽഫ് വർത്ത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രൊജക്റ്റീവ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ മെക്കാനിസത്തെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് മനസ്സിൽ സീക്രട്ട് ആയിട്ട് അവർ വർത്ത്ലെസ് ആയിട്ടുള്ള ഒരാളാണെന്ന്
എന്ന് മനസ്സിലായിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവരെ അതിന്റെ ഓപ്പോസിറ്റ് ക്വാളിറ്റീസ് ഉള്ള, അവരെ അഡ്മയർ ചെയ്യുന്ന ക്വാളിറ്റീസ് ഉള്ള ആളുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഉള്ള, മറ്റുള്ളവരാൽ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന, ഫ്യൂച്ചറിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഇരിക്കാൻ സാധ്യതയുള്ള ഒരാളെ ആയിരിക്കും ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളെ കരസ്ഥമാക്കുന്നതിലൂടെ, നിങ്ങളെ പിടിച്ചെടുക്കുന്നതിലൂടെ നിങ്ങളുടെ പോസിറ്റീവ് ട്രെയ്റ്റ്സ് തന്നെ അവർ പിടിച്ചെടുത്തു എന്നുള്ള ആത്മവിശ്വാസമാണ് അവർക്ക് കിട്ടുന്നത്. ഇതിന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ നിങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലെ നാർസിസിസ്റ്റിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു എന്നൊന്ന് മാത്രം ആലോചിച്ച് നോക്കിയാൽ മതിയായിരിക്കും. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മേഖലകളിൽ ഷൈൻ ചെയ്യുന്ന, സെൽഫ് കോൺഫിഡൻസ് ഉള്ള, മറ്റുള്ളവരാൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന, നല്ല ലിസണറായ, എംപതറ്റിക് ആയിട്ടുള്ള, കൈൻഡ് ആയിട്ടുള്ള, വളരെ മികച്ച, മറ്റുള്ളവരാൽ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരുന്നിരിക്കും. യു വെയർ സോ ഫുൾ ഓഫ് ലൈഫ്. ഇയാളെ കാണുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഇവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഇത്തരം കാര്യങ്ങൾ വീണ്ടും നർച്ചറി ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ, പൂർണ്ണമായിട്ട് ഇതെല്ലാം ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നിങ്ങളിലെ ഈ ക്വാളിറ്റീസ് എല്ലാം അവർക്ക് എടുത്തങ്ങ് ഇടണം. അതിനുവേണ്ടി തന്നെയാണ് അവർ നിങ്ങളെ കരസ്ഥമാക്കിയത്. ഇവര് പുറമെ ഇത്തരത്തിലുള്ള ഹൈ അച്ചീവർ ആയിട്ടുള്ള, വെൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള, നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരാളെ കരസ്ഥമാക്കുന്നത് നാർസിസിസ്റ്റിന് ഉണ്ടാക്കുന്ന ഇമേജ് ബൂസ്റ്റ് എത്രത്തോളം ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതല്ലേ. എന്നാൽ 4 ചുവരുകൾക്കുള്ളിൽ ആരും കാണാതെ ഇവരുടെ പാത്തോളജിക്കൽ എൻവി എന്ന് പറയുന്ന സാധനം അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെടും. അതിന്റെ രൗദ്ര രൂപം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരവിടെ ഒരു ഗോഡിനെ പോലെ തന്നെ നിന്നുകൊണ്ട് നിങ്ങളിലെ ഇത്തരം ക്വാളിറ്റീസ് എല്ലാം തകർക്കുകയായിരിക്കും ചെയ്യുന്നത്. കാരണം ഇത്തരത്തിൽ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കി അവരുടെ കയ്യിലേക്ക് നിർത്തുന്നത്, അവരുടെ കൺട്രോളിലേക്ക് നിർത്തുന്നത്, അവർക്ക് കിട്ടുന്ന, അത് അവർക്ക് ഉണ്ടാക്കുന്ന നാർസിസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത് വളരെ വലുതാണ്. മൂന്നാമത്തേത് നിങ്ങളുടെ എക്സ്ട്രീം റെസിലിയൻസ് എന്ന് പറയുന്ന ക്വാളിറ്റിയാണ്. എന്നാൽ ഇതൊരു ക്വാളിറ്റി ആയിട്ടായിരിക്കില്ല, സഹനം എന്ന് പറയുന്ന ഒരു കെണിയായിട്ടായിരിക്കും നമുക്ക് കൊണ്ടു നടക്കേണ്ടി വരിക. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലെ നാർസിസിസ്റ്റ് ആദ്യമായി നിങ്ങളോട് പൊട്ടിത്തെറിച്ചപ്പോൾ, ആദ്യമായി നിങ്ങളെ ഉപദ്രവിച്ചപ്പോൾ, ആദ്യമായി നിങ്ങളോട് മിസ്ബിഹേവ് ചെയ്തപ്പോൾ നിങ്ങൾ വീണ്ടും അതിൽ നിൽക്കുകയും അവരെ വിട്ടു പോവാതിരിക്കുകയും ചെയ്തത്? ദാറ്റ് മീൻസ് യു ആർ എൻ ഇൻക്രെഡിബ്ലി സ്ട്രോങ് പേഴ്സൺ. പക്ഷെ അതിനെ തന്നെയാണ് ഈ നാർസിസിസ്റ്റ് ദുരുപയോഗപ്പെടുത്തുന്നത്. ഇതിന്റെ പിന്നിലെ സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങേയറ്റം കരുത്തുള്ള സൈക്കോളജിക്കൽ സ്റ്റാമിനയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള നാർസിസ്റ്റിക് അബ്യൂസുകൾ സഹിക്കാനായിട്ട് കഴിയുള്ളൂ. സൈക്കോളജിക്കൽ സ്റ്റാമിന ഇല്ലാത്ത ആൾക്കാർ ആദ്യമേ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇട്ടിട്ട് പോകും. എന്നാൽ ഈ നാർസിസിസ്റ്റിന് വേണ്ടത് എത്ര അടി കിട്ടിയാലും വീണ്ടും തിരിച്ചെണീച്ച് വന്ന് ഇയാൾ മാറുമെന്ന പ്രതീക്ഷയിൽ നാർസിസിസ്റ്റിനെ വീണ്ടും ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഈ സൈക്കോളജിക്കൽ സ്റ്റാമിനയുള്ള, ഇത്തരം കേപ്പബിലിറ്റി ഉള്ള, എൻഡ്യൂറൻസ് ഉള്ള വ്യക്തികളെ കണ്ടീഷൻ ചെയ്യുന്ന ഒരു മനോഹരമായ വേർഡ് ഉണ്ട്. സഹനം എന്നാണ് ആ വേർഡ്. എസ്പെഷ്യലി സ്ത്രീകൾക്ക്. നിങ്ങൾക്കറിയാമല്ലോ, ചെറിയ പ്രായം മുതലേ തന്നെ ഇത്തരം റെസിലിയന്റ് ആയിട്ടുള്ള സ്ത്രീകളെ കണ്ടീഷൻ ചെയ്തുകൊണ്ട് വരുന്നത് വിവാഹത്തിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതെല്ലാം സഹിച്ചുകൊണ്ടുമാണ് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങൾ നല്ല സ്ത്രീകളാണ് എന്നുള്ളത്, അല്ലെങ്കിൽ നല്ല കുടുംബിനികളാണ് എന്നുള്ളത്. ഇത്തരം കണ്ടീഷനിങ് എന്ന് പറയുന്ന കാര്യം കൂടി ചെറിയ പ്രായത്തിലേ നമ്മൾ അതിന് വിധേയപ്പെട്ടുകൂടി വരുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളിൽ പലരും ഇത്തരം റിലേഷൻഷിപ്പുകളിൽ ആദ്യമേ തന്നെ ദുരനുഭവങ്ങൾ ഉണ്ടെങ്കിലും വീണ്ടും നിൽക്കുന്നത്. കാരണം വീണ്ടും നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ വീക്ക് എന്നല്ല കരുതുന്നത്, നിങ്ങളുടെ ബ്രെയിൻ അവിടെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഇതിനെ ഒരു ചലഞ്ചായി കാണാനും അതിനെ ഓവർകം ചെയ്ത് പ്രൂവ് ചെയ്യാനും ആയിരിക്കും. നിങ്ങൾ വിചാരിക്കുക ഇവരുടെ ബാഡ് മൂഡ്സ് ശരിയാക്കി എടുക്കാനും എല്ലാം വ്യക്തമായി ഹാൻഡിൽ ചെയ്യാനും വീണ്ടും കാര്യങ്ങൾ പഴയ പോലെ കൊണ്ടുവരാനുമുള്ള കരുത്ത് എന്നിലുണ്ട് എന്നുള്ളതാണ്. ഇതിലെ അപകടം എന്തെന്നാൽ ഇവർ എത്രത്തോളം ട്രോമ നിങ്ങൾ ഉണ്ടാക്കിയാലും ഇവരെ സ്നേഹിച്ചുകൊണ്ട് ശരിയാക്കിക്കൊണ്ട് വരാമെന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യും, നിങ്ങൾ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങളിലുള്ള ഈ ട്രെമൻഡസ് ആയിട്ടുള്ള റെസിലിയൻസ് നാർസിസിസ്റ്റ് ദുരുപയോഗപ്പെടുത്തും. നാർസിസിസ്റ്റുകൾക്ക് എന്താ വേണ്ടത്? എത്ര അവർ ഇടിച്ചാലും പൊട്ടിപ്പോവാത്ത ഒരു പഞ്ചിങ് ബാഗ് ആണ്. അതാവുമ്പോൾ പിന്നെ റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഇവിടെ നിങ്ങളെ ഈ ട്രോമ ബോണ്ടിൽ തന്നെ നിലനിർത്താനുള്ള ഏറ്റവും വലിയ കെണിയായി മാറിയിരിക്കുകയാണ്. നാലാമത്തേത് തെഫ്റ്റ് ഓഫ് ജോയ്. അവർക്ക് ഒരിക്കലും ആകാൻ പറ്റാത്തത് അവർക്ക് നിങ്ങളിൽ നിന്നും വേണം. നിങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ള ജോയ് ഉള്ള മനുഷ്യരാണ്, ജെന്യുവൻ ആയിട്ടുള്ള ഹാപ്പിനെസ് ഉള്ള മനുഷ്യരാണ്, സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ലോകത്തോടുള്ള മനുഷ്യരാണ്. ഇത് നാർസിസിസ്റ്റിന് വേണം. ഈ നാർസിസിസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെയധികം അങ്ങേയറ്റം ഉള്ളുപൊള്ളയായവരായതുകൊണ്ട് തന്നെ ഒരു ക്രോണിക് ആയിട്ടുള്ള ഇന്നർ എംപ്റ്റിനെസ് ഇവർക്കുണ്ട്. ഇവർക്ക് ഒരിക്കലും ജെന്യുവൻ ആയിട്ടുള്ള സന്തോഷമോ സമാധാനമോ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവോ അനുഭവിക്കാനുള്ള ശേഷിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് എന്താണ് ഉണ്ടാകുന്നത്? അങ്ങേയറ്റമുള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള അസൂയ. നിങ്ങളെന്ന് പറയുന്ന ആ ഫ്ലെയിമിന്റെ ആ ബ്യൂട്ടി കണ്ടിട്ട് തന്നെയാണ് ഇവർ ഇങ്ങനെ നിങ്ങളെ അടുത്ത് വന്നത്. വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവർക്കൊരിക്കലും അത് ആകാൻ പറ്റില്ല എന്ന്.
ഇവർക്കൊരിക്കലും ആകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇവർ ചെയ്യുക? നിങ്ങളെ തകർക്കുക എന്നുള്ളതായിരിക്കും. ഇതിന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് ലവ് ബോംബിംഗ് സ്റ്റേജിൽ ഈ നാർസിസ്റ്റുകൾ ആദ്യം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഈ ചെയർഫുൾനെസ്സിനെ, നിങ്ങളുടെ ഈ ജോയിയെ, നിങ്ങളുടെ ഈ പോസിറ്റീവ്നെസ്സിനെ ഭയങ്കര പൊഴുത്തി പറയുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടുള്ള ബോണ്ടിങ്ങിനെ തന്നെ ഇവർ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് പിന്നെ നിങ്ങളെ ഡിവാല്യൂ ചെയ്യുന്ന സമയം വരുമ്പോഴത്തേക്കും ഇവരിതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും പറയുന്നത്. നിങ്ങൾ ഭയങ്കര ചൈൽഡിഷ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിയർഫുൾനെസ് ഇപ്പോഴും കാണിച്ചുകൊണ്ട് നടക്കുന്നത്, ഇപ്പോഴും കുട്ടികളെ മാറിയിട്ടില്ല, ഇപ്പോഴും കുട്ടികളെ പോലെയാണ് നീ ആയതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറയും. എന്നിട്ട് നിങ്ങളെ ഫാമിലിയോടുള്ള ബോണ്ടിങ്ങിനെ അപ്രിഷിയേറ്റ് ചെയ്ത ആള് നിങ്ങളെ എല്ലാ ഫാമിലി മെമ്പേഴ്സിൽ നിന്നും, ഹെൽത്തി ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് പോലും നിങ്ങളെ അകറ്റി ഐസൊലേറ്റ് ചെയ്ത് ഇവരിലേക്ക് മാത്രമാക്കും. ഇതിലെ ടേക്ക് അവേസ് എന്തൊക്കെയാണ്? ഇതിൽ ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, ഈ കള്ളന്മാര് കയറുന്ന വീടുകളുണ്ടല്ലോ, അവര് നല്ല സ്വർണവും പണവുമുള്ള വീടുകൾ നോക്കി വെച്ചിട്ട് ആ വീടുകളായിരിക്കും കയറുന്നത്. അല്ലാതെ സ്വർണവും പണവും ഇല്ലാത്ത, അതിനകത്തൊന്നും ഇല്ലാത്ത വീടുകളിൽ കള്ളന്മാർ കയറില്ല. നിങ്ങളെ ഇവർ ടാർഗറ്റ് ചെയ്തത് നിങ്ങൾ വീക്ക് ആയതുകൊണ്ടല്ല, നിങ്ങൾ ഈസി ടാർഗറ്റ് ആയതുകൊണ്ടല്ല. നിങ്ങളെ ഇവർ ടാർഗറ്റ് ചെയ്തത് നിങ്ങൾ അങ്ങേയറ്റം എമ്പതിയുള്ള, കൈൻഡ്നെസ് ഉള്ള, റെസിലിയന്റ് ആയിട്ടുള്ള, ലൈറ്റ് തന്നെ ആയിട്ടുള്ള മനുഷ്യരായതുകൊണ്ടാണ്. ഈ നാർസിസ്റ്റിന് വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത, അവർക്ക് ഫേക്ക് ചെയ്യാൻ കഴിയാത്ത, അവർക്ക് ഒരു രീതിയിലും കരസ്ഥമാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങളിൽ കണ്ടതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ചൂസ് ചെയ്തതും നിങ്ങളെ അവരുടെ പ്രൈമറി വിക്ടിം ആക്കിയതും. അതുകൊണ്ട് ഒരിക്കലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സ്വയം നിങ്ങളോട് പറയരുത്, ചിന്തിക്കുകയും ചെയ്യരുത്, ഇതെന്റെ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വീക്ക് ആയതുകൊണ്ടാണ്, ഞാൻ എന്ത് മന്ദബുദ്ധി ആയതുകൊണ്ടാണ് ഇത്തരം ഒരാളുടെ കയ്യിൽ പെട്ടതും ഞാൻ ഇതിൽ തുടർന്നതുമെന്ന്. നിങ്ങളുടെ ഈ അവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രാജിക് റിസൾട്ട് ഓഫ് എ predator exploiting your best qualities. നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മളെ ഉള്ളിലെ ആ ലൈറ്റ് വീണ്ടും തിരിച്ചെടുത്തുകൊണ്ട്, നിങ്ങളിൽ ആ ലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ സർവൈവ് ചെയ്തത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇവർ നമ്മളെ ഡിസ്ട്രോയ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തായിരുന്നോ ആ സമയത്തുണ്ടായിരുന്ന ആ ഒരു ജോഷിലേക്ക്, ആ ഒരു എനർജിയിലേക്ക്, ആ ഒരു ക്വാളിറ്റീസ് എല്ലാം നമ്മളിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇപ്പോൾ ചെയ്യേണ്ടത് അയൺ ക്ലാഡ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബൗണ്ടറീസ് നമുക്ക് ചുറ്റും ഉണ്ടാക്കി ഇത്തരം പ്രെഡേറ്റേഴ്സും പാരസൈറ്റ്സുമായിട്ടുള്ള ആൾക്കാർ ഇനി കയറാതെ നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ലോകത്തിലെ മനുഷ്യർക്കിടയിൽ ഏറ്റവും വേണ്ട ക്വാളിറ്റിയാണ് എമ്പതി എന്ന് പറയുന്നത്, സഹാനുഭൂതി എന്ന് പറയുന്നത്, മനുഷ്യത്വം എന്ന് പറയുന്നത്. റിയൽ എമ്പതിയുള്ള മനുഷ്യർ ഈ ലോകത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടേ ഉള്ളൂ ഇത്തരം ബാഡ് ആയിട്ടുള്ള, നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ട്. അതുകൊണ്ട് നമ്മളുടെ ഇത്തരം ക്വാളിറ്റികളെ നമ്മൾ ഒരിക്കലും അണ്ടർമൈൻ ചെയ്യരുത്. നിങ്ങളുടെ കൈൻഡ്നെസ്, നിങ്ങളുടെ റെസിലിയൻസ്, നിങ്ങളുടെ പേഷ്യൻസ്, നിങ്ങളുടെ ലിസണിങ് എബിലിറ്റി, നിങ്ങൾക്ക് മറ്റൊരാളെ ഫിക്സ് ചെയ്യാനുള്ള, ഹീൽ ചെയ്യാനുള്ള നിങ്ങളിലുള്ള എബിലിറ്റി, ഇതാണ് ദി ആബ്സല്യൂട്ട് ബെസ്റ്റ് ക്വാളിറ്റീസ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. ഇതിന് താഴെയാണ് മറ്റ് സ്കില്ലുകളും മറ്റ് കാര്യങ്ങളും എല്ലാം വരുന്നത്. അതുകൊണ്ട് മറ്റാരും നമ്മളെ അണ്ടർമൈൻ ചെയ്തോട്ടെ, നമ്മൾ ഇനി ഒരിക്കലും നമ്മളെ അണ്ടർമൈൻ ചെയ്യരുത്, നമ്മളെ ഇകഴ്ത്തി കെട്ടരുത്, താഴ്ത്തി കെട്ടരുത്. നമ്മുടെ വില നമ്മൾ തന്നെ തിരിച്ചറിയണം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഏറ്റവും വലിയ മെസ്സേജ്. അപ്പോൾ ആ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കൂടി ഷെയർ ചെയ്തുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന 1-on-1 പിയർ സപ്പോർട്ട് സെഷൻ നമ്മൾ ഓൾറെഡി കുറച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്തതും ആദ്യമേ അപ്ലൈ ചെയ്തതും എന്നുള്ളതിന്റെ ബേസിസിലാണ്. ഇനിയും വീഡിയോ കാണുന്ന കുറേ പേരെ സെഷനിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഉണ്ട് ലിങ്ക്. അപ്പോൾ നിങ്ങൾ അവിടേക്ക് ചെന്നിട്ട് ആ ലിങ്ക് എടുത്തിട്ട് ആ ഫോം ഫില്ല് ചെയ്ത് എനിക്ക് അയക്കുക. പുതിയൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.